സാധനം തന്നെ 30 സെക്കൻഡുള്ള ഒരു ഓഡിയോ വീണ്ടും വീണ്ടും ഇട്ട് പ്ലേ ചെയ്തുകൊണ്ട് അതിൽ കൂടി ഇവർ കാണിച്ചു കൂട്ടാൻ ശ്രമിക്കുന്ന, അല്ല ഇത് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നതും. രാഹുൽ എന്തിന്റെ പേരിൽ ഇത് പറഞ്ഞു, എവിടെയാണ് ഇതിന്റെ തുടക്കം, എന്തായിരുന്നു സംസാരത്തിന്റെ ആരംഭത്തിൽ എന്താണ് പറഞ്ഞത്, അതിന്റെ അവസാനത്തിൽ എന്താണ് പറയുന്നതെന്നൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും മൂലയെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു സംസാര വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ പല ഭാഗങ്ങളിലും പല രീതിയിലും സംസാരിക്കുന്നുണ്ടാവാം. അതിൻ്റെ തുടക്കത്തിൽ എന്താണ് പറയുന്നത് കേട്ടെങ്കിലല്ലേ അതിൻ്റെ ഒടുക്കത്തിൽ പറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്ത് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാൻ പറ്റൂ. ഇത് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തുകൊണ്ട് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് 5 വർഷങ്ങൾക്ക് ശേഷം വന്നൊരു പരാതിയാണ്. ഇതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ട് ഈ 5 വർഷം, വേടൻ്റെ വിഷയത്തിൽ ചോദിച്ച അതേ ചോദ്യം, എന്തുകൊണ്ട് 5 വർഷങ്ങൾക്ക് ശേഷം ഈ പരാതിയുമായിട്ട് ഇപ്പോൾ രംഗത്തേക്ക് വന്നു? കാരണം സരിത 2.0 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പല കമൻറ്റുകളിലും ഞാൻ കണ്ടു. അത് പണ്ട് ഈ പറയുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആദരണീയനായ ആ മുഖ്യമന്ത്രി, പകരക്കാരനില്ലാത്തൊരു മുഖ്യമന്ത്രി